ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. അതായത് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ മുന്നിൽ. അതിൽ ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവാം, എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുമില്ല. അതുപോലെ നിങ്ങൾ ഒരേ കാര്യങ്ങളെപ്പറ്റി തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കാം. കുറേ ചോയ്സസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊന്ന് ചെയ്തേക്കാം എന്ന് തോന്നാനും സാധ്യതയുണ്ട്. ഇതിൽ കുറേ ആളുകൾക്കും പൊതുവെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നാണ്. നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് നെഗറ്റീവ് ചിന്തയിലിരിക്കണം എന്നല്ല, ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ഒരു 2-3 പേര് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഒരുപക്ഷെ ലീവ് എടുക്കുന്നത് കൊണ്ടോ മറ്റോ ചിലപ്പം ഈ സമയം ഒരു 3-4 പേര് ചെയ്യേണ്ട ജോലി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരാം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ്. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്കൊപ്പം മറ്റാളുകൾ ഇല്ല എന്നുള്ളതാണ്. അഥവാ ഉണ്ടെങ്കിൽ പോലും ഈ സമയം അവരത്ര ആക്റ്റീവ് ആയിരിക്കില്ല എന്നാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ജോലി കൂടി ഈ സമയം നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളത് സക്സസ് ആക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരാം, എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ ലവേഴ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയവർക്കും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവർക്കും നല്ലൊരു സമയമാണ്. നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു സ്നേഹം, ഒരു സപ്പോർട്ടൊക്കെ ഈ സമയം നിങ്ങൾക്ക് കിട്ടാം. പിന്നെ നിങ്ങൾ തിരിച്ചും അങ്ങനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക എന്നാണ്. ഈ സമയം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് ഇതെല്ലാം ആഗ്രഹിക്കും. നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെന്നും സ്നേഹം വേണമെന്നും ഒക്കെ ആഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയം. നിങ്ങളൊന്ന് താന്നു കൊടുക്കുക.
അതല്ല, നമുക്ക് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിട്ടുപോകുന്നതാണ് നല്ലത്. കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കാതിരിക്കുക. പക്ഷേ ഈ ഒരാളെ എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരെ പൂർണ്ണമായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം അത് പറഞ്ഞു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ഈഗോ കാണിക്കാതിരിക്കുക. നമ്മൾ മാക്സിമം ക്ഷമിക്കുന്ന സമയത്താണ് ദൈവം എല്ലാ കാര്യത്തിനും ഒരു പ്രതിവിധി നൽകുന്നത്. ചില ആൾക്കാരിലൂടെ ചിലപ്പോൾ നമ്മുടെ ക്ഷമയെ ഇങ്ങനെ പരീക്ഷിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചാലും അവരത് മനസ്സിലാക്കണം എന്നില്ല. എന്നാൽ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ തിരിച്ചും നിങ്ങളൊരു സപ്പോർട്ട് കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇതൊരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഈ സമയം നിങ്ങൾക്കുണ്ടായേക്കാം എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ഈ സമയം നിങ്ങളോട് മത്സരിക്കാനൊക്കെ വന്നേക്കാം. മത്സരബുദ്ധിയോടെ അവർ സംസാരിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. കുറേ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. മാത്രമല്ല, നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം ആരോ ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ പോലും ഈ സമയം എതിരായിട്ട് നിൽക്കാനുള്ളൊരു അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് എന്നാണ്. ചിലപ്പോൾ വീട്ടിൽ തന്നെ ആവാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ളവരായിരിക്കാം. അപ്പോൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഈ സമയം നിങ്ങളൊന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ സമയം മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ പോലും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്കും വരില്ല, അല്ലെങ്കിൽ എൻ്റെ ക്ഷമയെ മറ്റുള്ളവർ പരീക്ഷിക്കുന്ന ഒരു സമയമാണ് ഇത്. തീർച്ചയായിട്ടും അതെനിക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അത് എനിക്ക് സക്സസ് ആക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ഈ ഒരു സമയം വിചാരിക്കുക. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സ്റ്റേബിളായിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ അത് മനസ്സുകൊണ്ടാണ്, അല്ലാതെ പുറത്ത് അത് നിങ്ങൾ മറ്റാരോടും കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി, പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വയ്ക്കും എന്നാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി ആണ് ഉള്ളത്, ഒരു തന്ത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. അത് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അത് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിനും തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ കണ്ടെത്തി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു
അടുക്കും ചിട്ടയും ഒക്കെ വരുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറ്റണം, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൻ്റെ ആ ഒരു ശൈലി മാറ്റണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതായത് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എപ്പോഴും നിങ്ങൾ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് വെച്ച് നിങ്ങളെ ചിലപ്പോൾ മുതലെടുക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള തമാശകൾ പറയണ്ട, കാരണം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടത്ര റെസ്പെക്റ്റ് തരുന്നില്ലായിരിക്കാം. നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുമ്പോൾ അവർ നിങ്ങൾക്കത്ര ബഹുമാനം ചിലപ്പോൾ തരുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റിപ്പിടിക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. മറ്റുള്ളവരറിയാതെ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു എൻഡിങ് ആണ് കാണുന്നത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ് എന്നാണ്. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കവുമൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ലൈഫ് സർക്കിൾ എൻഡായി ഒരു പുതിയ തുടക്കം, ഒരു റീബർത്ത് പോലെയാണ് ഈ സമയം തീർച്ചയായും ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വയ്ക്കുക എന്നാണ്. അതുപോലെ എന്ത് വന്നാലും നിങ്ങൾ ഓവറായിട്ട് ഈ ഒരു സമയം സംസാരിക്കാതിരിക്കുക. നിങ്ങൾ ക്ഷമയോടെ ഇവിടെ സംസാരിക്കുക എന്നും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കുന്നതാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി പോകേണ്ട ഒരു സമയമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് തീർച്ചയായും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ട്രാപ്പിൽ പെട്ടുപോയത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ കുറേ പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാകാം. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ചിലപ്പോൾ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ പലതും തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇതിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് വരുന്നെന്ന് കൂടിയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതാവാം. അപ്പോൾ അത്തരത്തിലൊരു ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം നടക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു കാര്യം നടക്കുമെന്ന് പൂർണ്ണമായും ഈ ഒരു സമയം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിതുവരെ അനുഭവിച്ച ആ ഒരു വിഷമങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു സമയമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം
മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി. ഇത് തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ അവഗണനകൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഇതിൽ കുറേ ആൾക്കാർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ മറ്റൊരാളിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ അത് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, അല്ലാതെ എനിക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നത് എനിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സക്സസ്ഫുള്ളി ചെയ്ത് തീർക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ്. അത് മറ്റുള്ളവരെ നിങ്ങൾ കാണിച്ചു കൊടുത്തൊരു എനർജിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും അതിനെ കൺട്രോളിലാക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവർ അറിയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സമയം ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ കരിയറും പേഴ്സണൽ ലൈഫും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ കരിയറിൽ അറിയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എംപററിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് ഒരു സാഹചര്യം എത്തിച്ചേരുന്ന ഒരു എനർജിയാണ്. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം അതിനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വില ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ തീരുമാനങ്ങൾക്കൊരു വില മറ്റുള്ളവർ നൽകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്, അത്തരത്തിലൊരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ എന്തോ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഒരു സമയം ദൈവം തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നഷ്ടബോധമൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അവർ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തവർ നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ വിഷമിപ്പിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാർ
തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ വന്ന് തലകുനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ആ ഒരു ഫലം ഈ സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു എനർജിയാണ്. അതായത് ഈ സമയം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടാവാം. അത്തരത്തിലൊരു പുതിയ കാര്യം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് അതിന് ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനാവാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താലോചിച്ചാണോ വിഷമിച്ചിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്കൊരു പരിവർത്തനമാണ് വരുന്നത്. ഈ ഒരു സമയത്തിൽ നിന്നും നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ്. വളരെ വലിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.